പാലക്കാട് കൽമണ്ഡപത്ത് തെളിവെടുപ്പ് നടത്തുന്നതിനിടെ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമം. പരാക്രമം നടത്തിയത് നിരവധി മോഷണ കേസിൽ പ്രതിയായ മണിമാരൻ. കഴിഞ്ഞ മാസം 14-നാണ് പാലക്കാട് കൽമണ്ഡപത്തെ ശിവദാസന്റെ വീട്ടിൽ മോഷണം നടന്നത്. 7 ലക്ഷത്തോളം രൂപ മോഷണം പോയിരുന്നു. തെലങ്കാന സ്വദേശി മണിമാരനാണ് മോഷണം നടത്തിയത്. വീട്ടിലുള്ളവർ യാത്ര പോയ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷ്ടാവ് എത്തിയത്. ഇതിനു പിന്നാലെ ഇയാൾ കോയമ്പത്തൂർ മേട്ടുപ്പാളയത്ത് നടന്ന മോഷണക്കേസിൽ പിടിയിലാവുകയും ചെയ്തിരുന്നു. ബുധനാഴ്ചയാണ് കേരള പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വ്യാഴാഴ്ച രാവിലെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് പ്രതിയുടെ പരാക്രമം. വീടിന്റെ മുകളിലത്തെ നിലയിലെത്തിച്ച് തെളിവെടുത്ത ശേഷം തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് SI അർഷാദിന്റെ അരയിലുണ്ടായിരുന്ന തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് മോഷ്ടാവിനെ കീഴ്പ്പെടുത്തി. അന്തർ സംസ്ഥാന മോഷ്ടാവായ മണിമാരൻ ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ 70ഓളം കേസുകളിൽ പ്രതിയാണ്. ആദ്യമേ തന്നെ ഞങ്ങൾ കസബ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ 3 വീടുകളിലായിട്ട് 8 ലക്ഷം രൂപ കളവ് നടത്തിപ്പോയ പ്രതിയെ വെറും CCTVകളുടെ അതും വ്യക്തമല്ലാത്ത ദൃശ്യങ്ങൾ കൊണ്ട് അവരെ കീഴടക്കി തമിഴ്നാട് പോലീസിൻ്റെ നിന്ന് ഏറ്റുവാങ്ങിച്ചെന്ന് ഇവിടെ തെളിവെടുപ്പ് നടത്തിയത്. അതുകൊണ്ട് അവരെ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇനി ഞങ്ങൾക്കുള്ളൊരു ആവശ്യം ഈ നഷ്ടപ്പെട്ട ഈ സാമഗ്രികൾ കൂടി തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷമെന്ന് ഞങ്ങൾ നാട്ടുകാരെ അറിയിക്കുകയാണ്. ഇന്ന് തെളിവെടുപ്പിനിടയിൽ അദ്ദേഹം ഒന്ന് ചെറുതായിട്ട് വയലൻ്റായി. പക്ഷേ പോലീസുകാരുടെ നമ്മുടെ കസബ പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതെ പിടികൂടി വീണ്ടും അദ്ദേഹത്തെ ശാന്തമാക്കിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോയത്. UTV ന്യൂസ്, പാലക്കാട്.